ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു MLA ആണ്, നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ലക്ഷോപലക്ഷം ആളുകളാണ്. അപ്പോൾ നിങ്ങൾ വളർന്നു വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ചാനൽ മുറികളിലെ റീൽസ് 30 സെക്കൻഡ് ഇട്ട് നിങ്ങൾ എങ്ങനെയൊക്കെയോ നേതാവായി. ആ നേതാവായ നിങ്ങളെ നിങ്ങളുടെ ജില്ലയിൽ പഞ്ചായത്തിൽ പോലും മത്സരിപ്പിക്കാതെ നിയമസഭയെ കൊണ്ടുപോയി പാലക്കാട് മത്സരിപ്പിച്ചു, ഫാസിസത്തെ നേരിടാൻ എന്ന പേര്. അയാൾ നേരിട്ടത് വേറെ പലതുമാണ്, ഇവിടെ പറയുന്നില്ല. പക്ഷേ അയാളുടെ പാർട്ടിക്ക് അയാളെ വേണ്ട, അയാളെ യൂത്ത് കോൺഗ്രസിന് അയാൾക്ക് വേണ്ട. പക്ഷെ പാലക്കാടുകാരുടെ തലയിൽ അയാളെ കെട്ടിവെക്കുന്നു. ഇതിലെന്ത് ശരിയുള്ളത്? ഒരു യുക്തി വേണ്ടേ? അയാളെ പാർട്ടിക്ക് അയാളെ വേണ്ട, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി, സസ്പെൻഡ് ചെയ്തു, കേവല മെമ്പർഷിപ്പ് ഇല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ചവിട്ടി പുറത്താക്കി എന്ന് തന്നെ പറയാലോ. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇയാളെ പാലക്കാട് ജനതയുടെ തലയിൽ കെട്ടിവെക്കണം എന്ന് പറയുന്നതിൽ എന്താ ശരിയുള്ളത്? അയാൾ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അയാളെ ഞാനിപ്പോ കോഴി എന്നൊക്കെ പലരും വിളിക്കുന്നത് കേട്ടു. അതൊക്കെ തെറ്റാണ്. അയാൾ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ്, മർഡറാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ഗർഭസ്ഥ ശിശുക്കളെ കൊലപ്പെടുത്താൻ മനസ്സുള്ള ഒരാൾ താൻ പ്രണയിച്ചു എന്ന് നടിച്ചതോ നടിക്കാത്തതോ എന്തോ ആവട്ടെ, ഒരു പെൺകുട്ടിയോട് നിന്നെ കൊല്ലാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞൊരാൾ, ഇങ്ങനൊരു ഹിസ്റ്ററി, ഇങ്ങനൊരു പരാതി, ഇങ്ങനൊരു പ്രവാഹം, ഇത്ര സ്ത്രീ വിരുദ്ധത നമ്മൾ ഇന്നേ വരെ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു ഇത്തരത്തിലൊരു പ്രീ ഇൻസിഡൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇങ്ങനൊരു വിഷയമുണ്ടോ? അപ്പൊ മാധ്യമ പ്രവർത്തകരെ പോലും വെറുതെ വിട്ടില്ല, പിന്നെ വേറെ ആയിരിക്കും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുക? ഏറ്റവും സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു മേഖല, ആ മേഖലയിലുള്ള ആളുകൾക്ക് പോലും സ്വൈര്യ ജീവിതം നൽകിയിട്ടില്ല. ഭീഷണിപ്പെടുത്തുക, അവരുടെ ജീവിതം ഇല്ലാതാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ കേരളത്തിന്റെ പൊതുസമൂഹം ചുമക്കേണ്ടതുണ്ടോ? ഇതൊക്കെയാണോ നമ്മൾ ഡിസേർവ് ചെയ്യുന്നത്? കേരളം ഡിസേർവ് ചെയ്യുന്നത് ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽമാരെയാണോ? ജനങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന എത്ര മഹാന്മാരായ നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരാളെ പേര് പോലും പറയാൻ കഴിയാത്ത, കളങ്കിതമല്ലാത്ത ട്രാക്ക് റെക്കോർഡുള്ള എത്ര മനുഷ്യരുണ്ട്. അവരൊക്കെ കെട്ടിപ്പടുത്തുയർത്തിയതാണ് കേരളം. ആ കേരളത്തിലാണ് പെട്ടെന്നൊരു ദിവസം തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന്, കോൺഗ്രസിന്റെ പരാജയത്തെ തുടർന്ന് കൂൺപോലെ പൊട്ടിമുളച്ച് കേരളത്തില് ശീതീകരിച്ച മുറികളിൽ കോട്ടിട്ട ജഡ്ജിമാരുടെ മുന്നിലിരുന്ന് തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് അതിനെ 30 സെക്കൻഡ് കട്ട് ചെയ്ത് അവരുടെ അണികളെ കൊണ്ട് കൈയടിപ്പിച്ച് നേതാവായ ഒരാൾ MLA കൂടിയായപ്പോൾ ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത്, അതൊരു ജീർണിച്ച രാഷ്ട്രീയത്തിന് അടയാളപ്പെടുത്തുക. കേവലം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അതിൽ കുറെ അത്തരത്തിൽ ആളുകളുണ്ട് അയാളെ ന്യായീകരിക്കുന്ന. നോക്കൂ, കോൺഗ്രസിന്റെ വനിതാ MLA മാർക്ക് സ്വസ്ഥതയുണ്ടോ? പോട്ടെ, പ്രതിപക്ഷം, മറ്റ് സംഘടനകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ പോട്ടെ, സ്വന്തം പാർട്ടിയിലെ വനിതാ MLA മാർക്ക് സ്വസ്ഥതയുണ്ടോ? ആ തൃക്കാക്കര MLA ഒക്കെ വെറുതെ വിട്ടോ? ആ തൃക്കാക്കര MLA ഒക്കെ അവർ വെറുതെ വിട്ടോ? എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ഈ നിലയിലാണ് കാര്യങ്ങൾ മാറുന്നത്. തീർച്ചയായും അദ്ദേഹം രാജിവെക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു, ഞങ്ങൾക്ക് അഭിപ്രായം. ഞങ്ങളെ പ്രതിഷേധത്തിൽ തന്നെയാണ്. പാലക്കാട് ഇപ്പൊ ഞങ്ങൾ സെൽഫ് ഡിഫൻസ് ക്ലാസ് അവിടെ സംഘടിപ്പിച്ചു, അവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി. ഇയാൾ എപ്പോഴാണ് രംഗപ്രവേശനം ചെയ്യാന്നറിയില്ല. പാലക്കാട്ട് എന്തായാലും കാലുകുത്താൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ ഈ ചോദ്യമൊക്കെ തള്ളിക്കളയേണ്ട ചോദ്യമാണ്. അതൊക്കെ നിങ്ങൾ ചാനൽ ആർക്കെങ്കിലും തന്നെ നോക്കിയാലാ കാണാം. ഈ മിഥുനൻ സിനിമയില് ഇന്നിപ്പോ ഞാൻ ഫുൾ ടൈം ഇരുന്ന് കണ്ടു നിങ്ങൾ ഈ പറഞ്ഞ ബോംബിന്റെ വക്താവിന്റെ പ്രസ് മീറ്റ്. ഇത്ര ഗതികെട്ട് പോയല്ലോ അദ്ദേഹം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ പരിതാപകരം എന്ന് അല്ലാതെ, വളരെ പരിതാപകരം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പിന്നെ ഇതൊക്കെ കാണിച്ച് ആരെയും പേടിപ്പിക്കുന്നത്? പൊട്ടിക്കാൻ പറയാന്ന് ധൈര്യം ഉണ്ട്, പൊട്ടിക്കട്ടെ. മിഥുനൻ സിനിമയില് ഞാൻ പൊട്ടിച്ചില്ലേ പൊട്ടൂല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തോട് തന്നെ പൊട്ടിക്കാൻ പറ. ഇന്നിപ്പോ വന്നിരുന്നല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വായിത്തൊന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പോയി, ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് നിലവാര തകർച്ച സംഭവിച്ച അതിന്റെ പരമാണു കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വന്തം പാളയത്തിൽ തന്നെ അദ്ദേഹത്തിന് പടയാണ്. ഒരു കാരണവശാലും
അദ്ദേഹം ഈ പറയുന്ന ഇതിനു മുമ്പ് അദ്ദേഹം കുറെ ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. കേരളത്തിലെ CPM-നെതിരെ, കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ഒന്നും ഒരു തെളിവ് പോലും ഇല്ലാതെ അസ്ഥാനത്തായി പോയില്ലേ. അപ്പൊ അതൊന്നും ഞങ്ങൾ ആ മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഏത് മുൻ MLA? അദ്ദേഹം വ്യക്തമാക്കട്ടെ. മുൻ MLA, മുൻ MP, 140 നിയോജക മണ്ഡലമുണ്ട്. ഏത് MLA, ഏത് MP എന്നൊക്കെ അദ്ദേഹം പറയട്ടെ. ഇതൊന്നും പറയുന്നില്ലല്ലോ, പേരൊന്നുമില്ലല്ലോ. പേരില്ലാതെ മുൻ MLA, മുൻ MP, മുൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കോൺഗ്രസ്സുകാരാണ്. അതിൻ്റെ അകത്ത് കുറെ ഉണ്ട് അങ്ങനത്തെ. അവരെ തന്നെ പറയുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. പേര് പറയാൻ പറയും. അതൊക്കെ പറയട്ടെ. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കേരളത്തിലെ CPM ചുമക്കണം, അല്ലെങ്കിൽ ഇടതുപക്ഷം ചുമക്കണം? അയാൾ IAS കാരനല്ലേ? IAS കാരൻ പരീക്ഷ എഴുതി പാസ്സായി ഒരു ജോലി കിട്ടി. ഇപ്പൊ നിങ്ങളിപ്പോ റിപ്പോർട്ടർ TV വർക്ക് ചെയ്യാം. നിങ്ങളേതാ ചാനൽ? 24 മലയാളം. നിങ്ങളിപ്പോ 24 മലയാളത്തിൽ വർക്ക് ചെയ്തു ഒരു കാലത്ത്. നാളെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ പോയി, ഇപ്പൊ നിങ്ങൾ ഒരു കാലത്ത് ചെയ്ത ക്രൈമിനെ നിങ്ങൾ സഞ്ചരിച്ച മുഴുവൻ ചാനലുകൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അയാൾ UDF കാലത്ത് ഈ സർക്കാരിന്റെ ഭാഗമല്ലേ അല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്? വ്യത്യസ്ത രാഷ്ട്രീയമുള്ള, വ്യത്യസ്ത ബോധമുള്ള, ഇടത് വിരുദ്ധത ബാധിച്ച എത്ര പേര് ഇരിക്കുന്നുണ്ട്? ഗവൺമെന്റ് ആ നിലയിൽ ഏതെങ്കിലും വിധത്തിൽ ഗവൺമെന്റ് ഇരിക്കുന്നവരെല്ലാം CPM-മാരാണോ? അല്ലല്ലോ. സർക്കാർ നയവുമായി മുന്നോട്ട് പോയി. ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കേരളത്തിലെ ഇടതുപക്ഷം എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതാണ് കാണേണ്ടത്. ആ നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വമൊക്കെ ഞങ്ങൾ ഏക്കണം എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ശരിയല്ല. ഇത് പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഇതിനെ തുലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെയുള്ള പ്രശ്നത്തെ കുറിച്ച് അതിന്റെ ഗ്രാഫിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ ആ വാദം ഉന്നയിച്ച വനിത ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറെ ഉത്തരങ്ങൾ അന്വേഷിക്കേണ്ടതായി വരും. തമിഴ്നാട്ടിൽ ഏത് ജയിലിലാണെന്നൊക്കെ അന്വേഷിക്കേണ്ടത്, അത് വേറെ കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA, അയാളെ തുലനം ചെയ്യാനാണ് ഈ പേര് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആദ്യം അവരെ ചോദ്യം ചെയ്യുന്ന. കാരണം ഏറ്റവും കൂടുതൽ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് മാധ്യമ പ്രവർത്തകർക്കാണ്. മാധ്യമ പ്രവർത്തന മേഖലയിലാണ്. ഇത്ര അതിശയോക്തിയോടുകൂടി ഞങ്ങൾ ഞെട്ടിപ്പോയി. 2 തവണ അയാൾ പ്രസ് മീറ്റും വിളിച്ചു. ഇത്രയൊക്കെ തൊലിക്കെട്ടിയ ഒരു മനുഷ്യനുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ. വന്ന് പറയുന്ന A മുതൽ Z വരെയുള്ള കാര്യം പച്ചക്കള്ളം. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, വോയിസ് ക്ലിപ്പുകൾ, ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആ കുട്ടിയുടെ മാനസികാവസ്ഥ, ഈ കുട്ടി ആത്മഹത്യ എന്ത് ചെയ്യും? ഒരു ജീവിതം ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ട് എന്ത് ചെയ്യും? ഒരു പെൺകുട്ടി അവരൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് നമ്മുടെ ഒരു ജീവിതം, നമ്മളൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന ഐഡന്റിറ്റി പറയുന്ന അയാളുടെ ആത്മാഭിമാനമാണ്. അതിനെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലേക്ക് പോയിട്ടുള്ള ഒരു നേതാവും ഒരു MLA-യും, അയാളെയൊക്കെ ഏതെങ്കിലും ഒരു കേസ് വെച്ച് തുലനം ചെയ്യുന്നത് അതിന്റെയൊക്കെ ഗ്രാഫും അതിന്റെ ഗ്രാവിറ്റിയും ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര സ്ത്രീകൾ, എത്ര പെൺകുട്ടികൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വന്നതിനേക്കാളും 2-3 ഇരട്ടി ഉണ്ടാവും വരാത്തത്. വന്നതിനേക്കാളും 2-3 ഇരട്ടി ഉണ്ടാവും വരാത്തത്. അതാര് എന്തെന്നൊക്കെ ചിലത് ഇന്ന് കേരളത്തിലുള്ള ഈ സൈബർ ലിഞ്ചിങ് ഉണ്ടല്ലോ, സൈബർ ലിഞ്ചിങ്, അത് പേടിച്ചിട്ടൊക്കെയാണ്. അതൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾ അഭിപ്രായം പറയാത്തത്, അനുഭവം പറയാത്തത്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പരസ്യ വിചാരണക്ക് തയ്യാറാവണം. പരസ്യ വിചാരണക്ക് ഇങ്ങനെയാണോ നിങ്ങളുടെ മേഖലയിൽ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ള ഒരാളെ എങ്ങനെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം അംഗീകരിക്കണം? അപ്പൊ അതിനെയൊക്കെ മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ടൊക്കെ തുലനം ചെയ്യുന്നതിനോട് ഒരു അഭിപ്രായം എനിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നുണ്ടല്ലോ, ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോട്ടെ, അത് തെളിയട്ടെ. ആ ഘട്ടത്തിൽ അത് മറ്റു കാര്യങ്ങൾ പറയാം. ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. സർവകലാശാല വിദ്യാർത്ഥികളുടെയാണ്. ഈ പറഞ്ഞ RSSന്റെയോ ആർലൈക്കറുടെയോ VC-യുടെയോ അല്ല, ബഹുമാനപ്പെട്ട ഗവർണറുടെയോ VC-യുടെയോ മാത്രമല്ല. അവരതിനെ ജസ്റ്റ് മോണിറ്റർ ചെയ്യാനും അതിനെ മുന്നോട്ട് നയിക്കാനുമാണ്.
പക്ഷെ അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സംഘപരിവാറിലേക്ക് എത്തിക്കാനും സംഘപരിവാർ ആലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടും അതിനെതിരെ ശക്തമായ സമരം മുന്നോട്ട് നയിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് SFI സമരരംഗത്തേക്ക് വന്നിറങ്ങിയത്. അതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുന്ന തരത്തിലേക്ക് സർവകലാശാല പ്രവർത്തനങ്ങൾ മുടങ്ങി. ഫയലുകൾ കെട്ടിക്കിടന്നു. 1500 വരുന്ന ഫയലുകൾ കെട്ടിക്കിടന്ന ഘട്ടത്തിലാണ് VC വരണം എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞില്ല. അപ്പോൾ സർവകലാശാല നല്ല നിലയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രവർത്തനം ആ നിലയിൽ തന്നെ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ഇപ്പോൾ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാട് നിലനിൽക്കുന്നത് നമ്മുടെ രജിസ്ട്രാർ ആയിട്ടുള്ള അനിൽ സാറിനാണ്. ആ അനിൽ സാറിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. നിയമപരമായി അദ്ദേഹം തന്നെയാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ. അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അകാരണമായി സസ്പെൻഡ് ചെയ്യുകയും അവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ള സംഘപരിവാർ ഇടപെടലിനെ തുറന്നെതിർക്കുകയാണ് ചെയ്യുക. തുടർന്നുള്ള സമരങ്ങൾ ആലോചിച്ച് വേണ്ട വിധത്തിൽ അവിടെ ചെയ്യും.